സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ അധ്യായത്തില് കാളി ആരാണ്, ദേവിയുടെ ശക്തി, വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൈന്ദവ വിശ്വാസ പ്രകാരം ആദിപരാശക്തിയായ കാളി വീര്യത്തിന്റെയും കരുണയുടെയും മാതൃത്വത്തിന്റെയും ദൈവമായാണ് അറിയപ്പെടുന്നത്. ദേവി ഭാഗവതത്തിൽ ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി. ശിവപുരാണ പ്രകാരം ശിവന്റെ മഹാകാലൻ എന്ന അവതാരത്തിന്റെ ശക്തിയാണ് മഹാകാളി. ശക്തി പകർന്നു നൽകുന്ന ഭഗവതി സങ്കല്പമാണിത്. സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതി സുമുഖി കാളി എന്ന് അറിയപ്പെടുന്നു. കാളി ദേവിയുടെ സുന്ദരമായ രൂപമാണ് സുമുഖി കാളി. പല ക്ഷേത്രങ്ങളിലും ഭഗവതി സുമുഖി കാളി രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. കൽപ്പാന്തത്തിൽ അഖില ബ്രഹ്മാണ്ടത്തെയും ഭഗവതി തന്നിൽ ലയിപ്പിക്കുന്നു. പുനഃസൃഷ്ടിയുടെയും ശക്തി കാളിയാണ്. ശാന്ത സ്വരൂപിണിയായും രൗദ്ര സ്വരൂപിണിയായും കാളി വിരാജിക്കുന്നു. ശ്മശാനത്തിൽ വസിക്കുന്ന ഭഗവതി ആരോഗ്യത്തിന്റെ ദൈവം കൂടിയാണ്. മഹാമാരികളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി ഭഗവതിയെ ആരാധിച്ചു കാണാറുണ്ട്. ക്ഷിപ്രപ്രസാദിയും ഇഷ്ടവരദായിനിയുമായ ഭദ്രകാളി ഭയം, ശത്രുപീഡ, രോഗം, ദാരിദ്ര്യം, പ്രകൃതി ദുരന്തം പോലെയുള്ള ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുന്നവളാണ് എന്നാണ് വിശ്വാസം. വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഗ്നിയോടെയാണ് കാളിയെ ഉപമിച്ചിരിക്കുന്നത്. പ്രകൃതിയെ കാളികായായി ഉപാസകർ സങ്കല്പിക്കുന്നു. ദശാമഹാവിദ്യകൾ, സപ്തമാതാക്കൾ, നവദുർഗ എന്നിവരിൽ പ്രധാനിയായി കാളിയെ കണക്കാക്കുന്നു. ദേവി മഹാത്മ്യത്തിൽ 11-ാം അധ്യായത്തിൽ നാരായണി സ്തുതിയില് ജ്വാലാകരാള മൃത്യുഗ്രമേശേഷ സുരസൂദനം ത്രിശൂലം പാതുനോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ എന്ന ശ്ലോകത്തിൽ ഭുവനേശ്വരിയുടെ കറുത്ത ഉഗ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു. കാളി സഹസ്രനാമത്തിൽ ഭഗവതിയെ കാലഭൈരവന്റെ ഭാര്യയായി അവതരിപ്പിച്ചിരിക്കുന്നു. അതിനാൽ പാർവതിയും കാളിയും ഒന്നു തന്നെ എന്ന് പറയപ്പെടുന്നു. രാജസ സാത്വിക ഭാവങ്ങളിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ബാലഭദ്ര, സുമുഖി കാളി, ഭുവനേശ്വരി തുടങ്ങിയവ ഭഗവതിയുടെ സൗമ്യ സുന്ദര ഭാവങ്ങളാണ്. ആദിശക്തി മഹാകാളി ദാരികനെ വധിച്ച ഭദ്രകാളി, അഥർവാണ ഭദ്രകാളി അഥവാ പ്രത്യങ്കിരി ദേവി, ചാമുണ്ടേശ്വരി, വരാഹി, പഞ്ചമി എന്നീ കാളിയുടെ വിവിധ ഭാവങ്ങൾ ആണ്. മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതിയും ഒന്നു തന്നെ എന്ന് കരുതുന്നവരുമുണ്ട്. അജ്ഞാനത്തിന്റെ അന്ധകാരം ഇല്ലാതാക്കി ജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നവൾ എന്ന് താന്ത്രികർ വിശ്വസിക്കുന്ന സമയത്തിന്റെ ഭഗവതിയാണ് കാളി എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ജീവജാലങ്ങളെ പോറ്റി വളർത്തുന്നവളും ഇവയെ സംഹരിക്കുന്നവളുമായ പ്രകൃതിയാണ് കാളി എന്ന് ശക്തി ഉപാസകർ കരുതുന്നു. കൊടുങ്ങല്ലൂർക്കാവ്, പനയന്നാർക്കാവ്, മാടായിക്കാവ്, വള്ളിക്കാവ് എന്നിവിടങ്ങളിലൊക്കെ കാവുകളിൽ നിന്നാണ് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. കേരളത്തിലെ ആദ്യ കാളി ക്ഷേത്രവും ഭദ്രകാളിയുടെ മൂലകേന്ദ്രവുമായിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് ഭഗവതിയെ ആവാഹിച്ച് കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു എന്നാണ് സങ്കല്പം. ഇതുപോലെ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി ഇരുത്തിയ അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. തമിഴ് ഇതിഹാസ കാവ്യമായ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിയെ കാളിയോട് ഉപമിച്ച് കാണാറുണ്ട്. തോറ്റംപാട്ടിൽ കന്യാവ് ഭദ്രകാളിയുടെ അവതാരമായി വർണ്ണിക്കപ്പെടുന്നു. ഭഗവതി പൂജയ്ക്ക് ജാതി വർണ്ണങ്ങൾ ബാധകമല്ലാത്തതിനാൽ പൊതുവെ എല്ലാ ഹൈന്ദവ വിഭാഗങ്ങളിലും ഭദ്രകാളിയെ ആരാധിക്കാറുണ്ട്. കുടുംബ ദൈവമായും ദൈവമായും ഉപാസനാ മൂർത്തിയായും ഇഷ്ടദൈവമായും ഒക്കെ ശ്രീഭദ്ര ആരാധിക്കപ്പെടുന്നു. കാളിദാസൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങിയവർ അറിയപ്പെടുന്ന ഭദ്രകാളി ഉപാസകരായിരുന്നു. പ്രാചീന കാലം മുതൽക്കേ നാഗാരാധനയ്ക്ക് അതീവ പ്രാധാന്യമുള്ള നാടാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി ഭഗവതിയെ നാഗരൂപത്തിൽ നാഗകാളി, നാഗചാമുണ്ടി എന്നീ സങ്കല്പങ്ങളിലൊക്കെ ആരാധിച്ചു വരുന്നു. കടുംപായസം, രക്തപുഷ്പാഞ്ജലി, പൂവൻ കോഴിയെ നടക്കി വയ്ക്കൽ, കോഴി നിവേദ്യം, മഞ്ഞൾ, കുരുമുളക്, തവിട്, ചെമ്പട്ട എന്നിവ സമർപ്പിക്കൽ, അഭിഷേകം, ചെമ്പരത്തിമാല, തെച്ചിപ്പൂമാല, വേപ്പിലമാല,
വാളും ചിലമ്പും സമർപ്പിക്കൽ, ഗുരുസി പൂജ, പൊങ്കാല എന്നിവയൊക്കെ ഈ ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകളാണ്. മുടിയേറ്റ്, വറനേറ്റ്, കെട്ടുകാഴ്ച, കളമെഴുത്തുപാട്ട്, തോറ്റംപാട്ട്, മാലപ്പുറം പാട്ട്, തെയ്യം, കോമരം തുള്ളല് തുടങ്ങിയ കേരളീയ അനുഷ്ഠാനങ്ങൾ ഭദ്രകാളിയുമായി ബന്ധപ്പെടുത്തി കാണാറുണ്ട്. അപ്പോൾ ആരാണ് കാളി? കാളിയുടെ വിവിധ ഭാവങ്ങൾ ഏതൊക്കെയാണ്? കാളിയെ ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചുകൂടെ. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.